ഹലോ, ഞാൻ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ? അത് പിന്നെ പറയാം കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ട് ശരണ്യയും കൂടി ഒരു വഴിക്ക് പോവുകയാണ് കേട്ടോ. അവൾ രാവിലെ തന്നെ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എങ്ങനെയാ പോകുന്നതെന്നുള്ളത്. നമ്മൾ ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തത് ട്രെയിനാണ് കേട്ടോ. കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബസ്സിൽ യാത്ര പറ്റില്ല. അങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പം നമ്മൾ അവിടെ എത്തി. ഞങ്ങൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നമ്മളിന്ന് യാത്ര പോകുന്നത് വന്ദേ ഭാരതിലാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു വന്ദേ ഭാരതിൽ ഒന്ന് കയറണമെന്നുള്ളത്. അപ്പോഴും നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചു എന്തായാലും ട്രെയിൻ മതി, അത് വന്ദേ ഭാരത് തന്നെയാക്കാമെന്ന്. അങ്ങനെ നമുക്ക് ചായ വന്നു. ചായ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, ചൂടുവെള്ളവും അത് മിക്സ് ചെയ്യാനുള്ള പൗഡറും ആയിരുന്നു. അങ്ങനെ അത് കുടിച്ചപ്പോൾ ഉള്ള എക്സ്പ്രഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയതുകൊണ്ട് ഞാനത് അവിടെ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് വന്നു. ഫുഡിലുണ്ടായിരുന്നത് ഒരു ജ്യൂസ്, ഒരു മഫിൻ പോലത്തെ സാധനം, ഒരു വട, പിന്നെ വടക്ക് കൂട്ടാനുള്ള ചട്നി, പിന്നെ മുട്ടക്കറിയും ഇടിയപ്പവും ആയിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ആ ഇടിയപ്പം തുറന്നപ്പോഴത്തേക്ക് അതിലൊരു മഞ്ഞ കളർ സാധനം ഉണ്ടായിരുന്നു. അത് കേസരി ആയിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ഇടിയപ്പവും കിഴങ്ങറിയാണെന്നാണ് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി, കൊള്ളായിരുന്നു കേട്ടോ. എല്ലാം നല്ല ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുറച്ച് ഫുഡ് എടുത്ത് ആദ്യം തന്നെ ശരണ്യയ്ക്ക് കൊടുത്തിട്ടു. അപ്പോൾ അവൾ കഴിച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കഴിക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഫുഡ് കൊള്ളായിരുന്നു, ഓക്കെ ഫുഡായിരുന്നു. നമ്മൾ ട്രെയിനിൽ നിന്നൊരു ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് പോകേണ്ട സ്ഥലത്തിനടുത്ത് തന്നെയായിരുന്നു നമുക്കും പോകേണ്ടത്. അതിന് പുള്ളി നമ്മളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്യാബിന് വെയിറ്റ് ചെയ്തു. ക്യാബ് വന്നു. അങ്ങനെ നമ്മളെ പുള്ളി അവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോയത്, എന്തിനാണ് പോയതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ, സീ യു.